പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 9 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: അതിന് യേശു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനാകുന്നു. നമുക്കേവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി ലഭിച്ചിരിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരുമായി യാത്ര പോകവേ ജന്മന കുരുടനായ ഒരു സഹോദരൻ വഴിയരികെ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാണ്. ഈ കുരുടനായ മനുഷ്യനെ കണ്ടുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, റബ്ബി, ഇവനാണോ, ഇവന്റെ മാതാപിതാക്കളാണോ, ആര് പാപം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കുവാൻ ഇടയായി തീർന്നത്? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് 3-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. യേശു പറയുകയാണ്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ ആരും പാപം ചെയ്തിട്ടൊന്നുമല്ല, ദൈവത്തിന് അവനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട്. അതിനുവേണ്ടി അവൻ കുരുടനായി പിറന്നു. ഇതാണ് അതിൻ്റെ കാരണം. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നാം പലപ്പോഴും വെച്ചു പുലർത്തുന്ന ചില അനാവശ്യ ചിന്തകളുണ്ട്. ഒരാൾക്ക് ഒരു പ്രയാസം വന്നാൽ, രോഗം വന്നാൽ, കുടുംബത്തിൽ ഒരു അത്യാഹിതമുണ്ടായാൽ, ഏതെങ്കിലും വിധത്തിൽ ഒരു സാമ്പത്തിക തകർച്ചയോ, കുഞ്ഞുങ്ങൾക്കോ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിട്ടാൽ, ജോലി നഷ്ടപ്പെട്ടു, വിദേശത്തു നിന്ന് വളരെ പെട്ടെന്ന് മടങ്ങേണ്ടതായിട്ട് വന്നു, വാഹനം ആക്സിഡന്റിൽ പെട്ടു, ഇങ്ങനെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നാം ഉടനെ പറയും, ഇത് ദൈവത്തിന്റെ കോപമാണ്, എന്തോ ശാപമുണ്ട്, എന്തോ കുഴപ്പമുണ്ട്, അവർ എന്തൊക്കെയോ ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥമായി ദൈവവചനം പഠിക്കുകയും ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒരിക്കലും പറയുകയില്ല. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് നിദാനമായ ഭാഗം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളിൽ കൂടെ പോകാനല്ല, എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനും വേദനയിൽ കൂടെ കടന്നു പോകാനും അല്ല. മനുഷ്യ ജീവിതത്തിൽ അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, ഭക്തനാണെങ്കിലും അഭക്തനാണെങ്കിലും, ദൈവപൈതലാണെങ്കിലും അല്ലെങ്കിലും, രോഗങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരിശോധനകളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു അഭക്തൻ, അവിശ്വാസി, ദൈവപൈതൽ അല്ലാത്ത ഒരാൾ ആ പ്രശ്നത്തിൽ തകർന്നു പോകും. അതിന് സൊല്യൂഷൻ കണ്ടെത്താതെ പലപ്പോഴും ആത്മഹത്യയിലോ അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക
വിടുതലിനുള്ള ലോകപരമായ കാര്യങ്ങളിലോ ചെന്നുപെടും. എപ്പോഴും അത് ഓർത്ത് മനം നൊന്ത് സകലരെയും പഴിച്ചും ദുഷിച്ചും കഴിയും. പക്ഷേ ഒരു ഭക്തന്റെ, ദൈവപൈതലിന്റെ പ്രത്യേകത, എന്ത് വിഷയമുണ്ടായാലും പ്രാർത്ഥനയോടെ അതിനെ നേരിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ വിഷയത്തിനകത്തൂടെ ദൈവം എന്നോട് എന്താണ് സംസാരിക്കുവാനുള്ളത്, എന്നെ ഏത് നിലയിലാണ് പണിതെടുക്കുവാനുള്ളത്, ദൈവം എന്താണ് എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച് മുഴങ്കാലും മടക്കി സ്തോത്രത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരുന്ന് അതിനെ വളരെ സമാധാനത്തോടെ അതിജീവിക്കും. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നാം ഓരോരുത്തരും വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ കൂടെ പൊക്കൊണ്ടിരിക്കുന്നവരാണ്. ആരും വ്യത്യസ്തരല്ല. പക്ഷേ നാം നേരിടുന്ന പ്രശ്നങ്ങളെ മേൽപ്പറയപ്പെട്ട ഈ രണ്ട് വിധങ്ങളിൽ ഏത് നിലകളിലാണ് നാം ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഇന്ന സഭയിലെ അംഗമാണ്, ഞാൻ പ്രസംഗിക്കും, പാടും, ശുശ്രൂഷകൾ നിർവഹിക്കും, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു, ഞാൻ ഇന്ന കുടുംബത്തിലേതാണ്, ക്രൈസ്തവ പാരമ്പര്യവും ആത്മീയ പശ്ചാത്തലവും എനിക്കുണ്ട്. ഇവയൊക്കെ നമ്മൾ വളരെ ഘോരം പറയുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ നാം അതിനെ എങ്ങനെ നേരിടുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് മേൽപ്പറയപ്പെട്ട ഈ പാരമ്പര്യങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും നമ്മൾ ഉളവാക്കുന്ന വലിയ ആത്മവിശ്വാസം. ഇവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തോത് നമ്മളും മറ്റുള്ളവരും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് ദൈവത്തിന്റെ മഹത്വം പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തുവെന്ന് നമ്മിൽ എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ മനസ്സോടെ പറയുവാൻ സാധിക്കും? ഇന്നിപ്പോൾ ഞാൻ കടന്നു പോകുന്ന ചില വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, വിസയുടെ വിഷയങ്ങൾ, മകന്റെ വിഷയം, മകളുടെ വിഷയം, അപ്രതീക്ഷിതമായി എൻ്റെ കുടുംബത്തിൽ നേരിട്ട ചില അത്യാഹിതങ്ങൾ, രോഗങ്ങൾ, കടബാധ്യത, എനിക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾ, അനാവശ്യമായ പല ആരോപണങ്ങൾ, അതെന്തിന്റെ നാമത്തിലും ആയിക്കൊള്ളട്ടെ, ഇവയൊക്കെ നമുക്ക് നേരിടുമ്പോൾ ഇതിനകത്ത് കൂടെ ദൈവനാമം മഹത്വപ്പെടുവാനുണ്ട്. എന്നെ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ നിന്ന് ഞാൻ വളരെ പെട്ടെന്ന് പുറത്തു വരികയും നന്മ അനുഭവിക്കുകയും ദൈവം എന്നെ തിരഞ്ഞെടുത്തുവെന്ന് മറ്റുള്ളവർ അറിയുവാൻ ഇടയാവുകയും ചെയ്യുമെന്ന് നമ്മിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണപാഠമാണത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ എന്നും ജീവജലം കേട്ടതുകൊണ്ടോ മറ്റ് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ 10 അധ്യായം ബൈബിൾ വായിച്ചതുകൊണ്ടോ ഒന്നും വിശ്വാസ ജീവിതത്തിൽ വേണ്ട പ്രതികരണം നൽകിയില്ല എങ്കിൽ ഈ പറയപ്പെട്ടത് കൊണ്ടൊന്നും പ്രത്യേക അർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ പാടുകയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ പ്രതിസന്ധിയിൽ പതറാതെ തളരാതെ പ്രാർത്ഥനയോടെ വിശ്വാസത്തിൽ പോരാടി അതിനെ ജയിക്കാനാണ്. അവിടെ നാം തളരുകയാണെങ്കിൽ നമുക്കെവിടെ വിശ്വാസ ജീവിതമുള്ളത്? നമുക്കെവിടെ ആത്മീയ ജീവിതമുള്ളത്? ഇവിടെ ഈ സഹോദരനെ കുറിച്ച് യേശു പറയുകയാണ്, അവനും അവന്റെ മാതാപിതാക്കളും തെറ്റൊന്നും ചെയ്തിട്ടല്ല, ദൈവത്തിന് വലിയ പദ്ധതി വെളിപ്പെടുത്തുവാനുണ്ട്. നാം താഴോട്ട് ആ ഭാഗം വായിക്കുമ്പോൾ എന്താണെന്നത് കാണുന്നുണ്ട്. ഞാൻ ഓർപ്പിച്ചു, എന്നും നമ്മളെ പ്രശ്നത്തിക്കൊണ്ട് വിടുന്നവനല്ല ദൈവം. കർത്താവ് നിലത്ത് തുപ്പി, ഇതാ
ആ നനഞ്ഞ മണ്ണുകൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചില്ല. അല്ലേ? കർത്താവേ, ഈ അന്ധനായ ഞാൻ ഈ മഡും എന്റെ കണ്ണി വെച്ചിട്ട് ശീലോഹാം കുളം എവിടാന്ന് ഞാൻ തപ്പിപ്പിടിക്കും. ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ചോദിച്ചില്ല. നമുക്ക് എത്ര ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതൊന്നും ചോദിച്ചില്ല. പോയി കഴുകി സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്നു. നോക്കുക, വിടുതൽ നടന്നില്ലേ? അപ്പോൾ അവനെ അവിടെ ഇരക്കുന്നവനായി കണ്ട പലരും ഇത് അവൻ തന്നെയല്ലേ? അല്ല, മറ്റാരോ. അപ്പോൾ ആ സഹോദരൻ പറയാ, ഞാൻ തന്നെയാണത്. അപ്പോൾ അവരൊക്കെ അന്വേഷിച്ച് എന്താ സംഭവിച്ചത്? സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവനാമം മഹത്വപ്പെടുകയാണ്. യേശു എന്ന് പേരുള്ളവൻ ഈ നിലയിൽ എന്നോട് ചെയ്തു, എന്നോട് പറഞ്ഞു, ഞാനത് ചെയ്തു, എനിക്ക് സൗഖ്യം കിട്ടി. അതെ, ദൈവനാമം മഹത്വപ്പെട്ടു. നമ്മിൽ ദൈവം ചില പദ്ധതികൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇച്ചിരി വേദനയും നീരസവും സങ്കടവും അപമാനവും കഷ്ടപ്പാടും രോഗവും ദുരിതവും ഒക്കെയുണ്ട്. ശരിയാണ്. പക്ഷേ അത് സഹിപ്പാനുള്ള ദൈവകൃപയെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് സ്തോത്രത്തോടെ നാം സഹിച്ച് പ്രാർത്ഥനയോടെ അതിജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുകയും നമ്മൾ ആ വിഷയത്തിൽ നിന്നും പൂർണ്ണ വിജയത്തോടെ സൗഖ്യത്തോടെ വിടുതലോടെ പുറത്തു വരികയും ദൈവനാമ മഹത്വത്തിനായി സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. ആകയാൽ ഇന്ന് വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, നിങ്ങൾക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന ഏത് സങ്കീർണമായ എത്ര ചെറുതും വലുതുമായ വിഷയത്തിനായി ഉള്ള നിറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് അപ്പനോട് പറ, കർത്താവേ, ഞാൻ ഇന്നലെ വരെ ഈ വിഷയങ്ങൾ ഓർത്ത് പിറുപിറുത്തു, ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അവിശ്വസിച്ചു. അല്ല, അതൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഇന്നത്തെ വാഗ്ദത്ത വചനവും ആ ഭാഗം വായിച്ചതിലൂടെയും കേട്ടതിലൂടെയും എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു. അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തതാണ്. എന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ അങ്ങൊരു പദ്ധതി ഇട്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇതാ, ഞാൻ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ നാം വിട്ടുകൊടുക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് നമ്മിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്തെടുക്കും. അങ്ങനെ ഇന്ന് ജീവജലം ശ്രവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം വിടുതൽ, അത്ഭുതം, അനുഗ്രഹം എന്നിവ ചൊരിഞ്ഞ് സാക്ഷ്യത്തിനും അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനുമാക്കി നമ്മെ ഓരോരുത്തരെയും തീർക്കട്ടെ. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിന്റെ ഉടയവനും പരിപാലകനും ഞങ്ങളുടെ സൃഷ്ടിതാവുമാകുന്ന കർത്താവേ, സ്വർഗീയ രാജാവേ, ധന്യവും മനോഹരവുമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും പലപ്പോഴും ഞങ്ങൾ പിറുവിറുപ്പോടെയും സംശയത്തോടെയും അനേകം ചോദ്യങ്ങളോടെയും നേരിടുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ചൂണ്ടിക്കാട്ടിയതിനായി സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങളിൽ കൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും സ്തോത്രം ചെയ്തുകൊണ്ട് അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി കാത്തിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. വേദനയിലും സങ്കടത്തിലും വിഷമത്തിലൂടെ പോകുന്ന സകലരെയും പൊന്നുകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനം പോലെ അവിടുന്ന് ഇറങ്ങി വന്ന് തൊടണമേ. അവിടുന്ന് ഞങ്ങളോട് പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ ഉടനടി അതനുസരിപ്പാൻ പാലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മാത്രമല്ല, ഞങ്ങൾക്ക് വിടുതൽ നൽകിയത് യേശുവാണെന്ന് മടി കൂടാതെ എവിടെയും സാക്ഷിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. എല്ലാ നിലകളിലും ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമായി സ്വർഗീയ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമെന്ന്
യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ഒരു പുതുക്കത്തിന്റെയും സമർപ്പണത്തിന്റെയും കാരണമായി തീരട്ടെ. ദയവായി നിങ്ങൾ ഈ ഭാഗം ആവർത്തിച്ച് വചനത്തിൽ നിന്ന് വായിക്കുക. പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ഈ നിലകളിൽ കർത്താവിന് വേണ്ടി നിലകൊണ്ട് സാക്ഷ്യമുള്ളവരായി അനുഗ്രഹമുള്ളതായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിനം സ്വർഗീയ കൃപകളാലും അനുഗ്രഹങ്ങളാലും ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരെയും തമ്പുരാൻ അനുഗ്രഹിച്ച് പരിപാലിച്ച് ദൈവകൃപയോടെ കാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.